2021 ജൂണിലാണ് പാലക്കാട് അയലൂർ സ്വദേശികളായ റഹ്മാന്റെയും സജിതയുടെയും അപൂർവ കഥ പുറത്തുവരുന്നത്. 10 വർഷത്തോളം സ്വന്തം വീട്ടിലെ മുറിയിൽ ആരുമറിയാതെ റഹ്മാൻ സജിതയെ ഒളിപ്പിച്ച് താമസിച്ച കഥ അമ്പരപ്പോടെയാണ് കേരളം കേട്ടത്. ഇതുപോലെ എന്തെങ്കിലും ഒന്നാണോ പത്തനംതിട്ടയിൽ നിന്ന് കാണാതായ ജസ്നയ്ക്കും സംഭവിച്ചിരിക്കുക? അങ്ങനെയെന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ജസ്ന തിരോധാന കേസ് അവസാനിപ്പിച്ചുകൊണ്ട് CBI കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ സജിതയുടെ ഈ കഥയും പരാമർശിച്ചിട്ടുണ്ട്. ജസ്നയുടെ തിരോധാനത്തിന് സജിതയുടേതിന് സമാനമായ സാഹചര്യത്തിനുള്ള സാധ്യതകളെ റിപ്പോർട്ടിൽ തള്ളിപ്പറയുന്നില്ല. പാലക്കാട് നെന്മാറ അയലൂർ സ്വദേശികളായ റഹ്മാൻ മുഹമ്മദ് ഖനിയും സജിത വേലായുധനും കളിക്കൂട്ടുകാരായിരുന്നു. പ്രണയത്തിലായ ഇരുവരെയും വീട്ടുകാർ വിലക്കിയതിനെ തുടർന്ന് സജിത വീട് വിട്ടിറങ്ങി. സജിതയുടെ വീട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയുള്ള റഹ്മാന്റെ വീട്ടിലെ രഹസ്യമുറിയിൽ ഒളിവ് ജീവിതം ആരംഭിച്ചു. 10 വർഷത്തിന് ശേഷമാണ് സജിത പുറത്തു വന്നത്. ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഇപ്പോൾ ഇരുവരും സുഖമായി കഴിയുന്നു. സജിതയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. റഹ്മാനെ അടക്കം നാട്ടുകാരായ പലരെയും ചോദ്യം ചെയ്തു. 10 വർഷത്തിന് ശേഷം ഒളിവ് ജീവിതം അവസാനിക്കും വരെ സജിത എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഈ ഒളിവ് ജീവിതത്തെ സംബന്ധിച്ചാണ് CBI തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷിബു ഡാനിയൽ നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ സജിതയുടെ കഥ ജസ്ന കേസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് പല സാധ്യതകളിലേക്ക് CBI വഴി തുറന്നിടുന്നു എന്നാണ് നിഗമനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.